തിരുവനന്തപുരത്ത് നഗരത്തിൽ ഇന്ന് വ്യാപകമായി ജലവിതരണം തടസ്സപ്പെടുമെന്നറിയുന്നു. രാത്രി 10 മണിവരെ തിരുമല, കരമന സെഷനുകളിലെ നിരവധി പ്രദേശങ്ങളിൽ പൂർണ്ണമായും ജലവിതരണം മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാലയിലുണ്ടായ വൈദ്യുതി തകരാറിനെ തുടർന്ന് പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. ആ കുളം ഉള്ളൂർ മേഖലയിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് ഇന്ന് തന്നെ പരിഹാരം കാണുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. സുനിഷ ഏല്ലൂർ ഉള്ളൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സുനിഷ, എന്താണ് വെള്ളം കുറച്ച് പ്രശ്നമാണ് തലസ്ഥാന നഗരത്തിൽ. ഇത് തലസ്ഥാന നഗരത്തിൻ്റെ ഒരു ശാപമാണ്. ഒന്നുകിൽ പൈപ്പ് പൊട്ടും, ഇല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നു എന്നതിൻ്റെ പേരിൽ, ഇല്ലെങ്കിൽ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. എന്താണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ? വെള്ളം ഇന്ന് കിട്ടൂലേ? അരുൺ, അതാണ് വലിയ സംശയമായി നിൽക്കുന്നത്. ഈ പറഞ്ഞതുപോലെയാണ്, തിരുവനന്തപുരത്തിനൊരു ശാപമാണ് ഇങ്ങനെ ഇടയ്ക്കിടെ ഈ വെള്ളമില്ലാതിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ വലിയൊരു പ്രതിഷേധമടക്കം പൊങ്ങുമൂട ഈ വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ കണ്ടതാണ്. വെള്ളമില്ലാത്ത പ്രശ്നമാണ്. 1-2 ദിവസമല്ല, 2 ആഴ്ചയിലധികമായി വെള്ളം ലഭിക്കാത്ത വിഷയമാണ്. ഞാനിപ്പോൾ ഉള്ളത് ഉള്ളൂർ ഭാഗത്തെ ഒരു പ്രിയദർശിനി ലൈനിലാണ്. ഇപ്പം തന്നെ കാണാൻ കഴിയുന്നത് നമുക്ക് പൈപ്പുകൾ ഒരുപാടുണ്ട്, പക്ഷേ ഇതിലൊന്നും തന്നെ വെള്ളമില്ല എന്നുള്ളതാണ്. ഇതാ തുറന്നു കഴിഞ്ഞാൽ ഇതാ ഒന്നിലും വെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിവരുടെ ഒരു ദിവസത്തെ പ്രശ്നമല്ല, കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള പ്രശ്നമാണ്. നേരത്തെ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഈ അമ്പലമുക്കിലൊരു ഈ പൈപ്പ് പൊട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വെള്ളം പോയി. ഇപ്പോൾ അരുവിക്കര പ്ലാന്റിൽ വീണ്ടും ഒരു പണി മുടക്കിയിരിക്കുന്നു. അങ്ങനെയും വെള്ളം ലഭിക്കാത്തതായി. ഇതിങ്ങനെ ഓരോ കാരണങ്ങൾ ഓരോ ദിവസവും ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ വെള്ളം ലഭിക്കാതായിട്ട് തന്നെ 2.5 ആഴ്ച ആയി അല്ലേ? അതെ, ഈ 12-ാം തീയതി വ്യാഴാഴ്ച വെള്ളം നിർത്തിയതാണ്. ഇന്ന് വരയ്ക്ക് ഒരു തുള്ളി വെള്ളം നമുക്കാർക്ക് ഈ ലൈനിൽ 120 പേര് താമസിക്കുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് ലൈനിൽ വെള്ളം കിട്ടിയിട്ടില്ല. ഓരോ കാരണം പറഞ്ഞ് അത് ഡിലേ ആയി പോവുകയാണ്. ഓരോ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഹോപ്പ് തരും, ഇന്ന് വരും എന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസം അങ്ങനെ പോയി. അതിനുശേഷം അവിടെ അമ്പലമുക്കിൽ പണി നടത്തിയ വാൽവ് റീപ്ലേസ്മെൻറ്റോ എന്തോ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് എയർ ബ്ലോക്ക് ഉണ്ട് എന്നും പറഞ്ഞിട്ട്. എയർ ബ്ലോക്ക് ഇസ് ഇൻടാഞ്ചിബിൾ. മറ്റേത് ടാഞ്ചിബിൾ ആണല്ലോ, നമുക്ക് വർക്ക് നടക്കുന്ന കാണാൻ അറിയാം. മറ്റേത് എയർ കാരണം കൊണ്ട് ഇവിടെ വെള്ളം വരുന്നില്ല, പമ്പിങ് തുടങ്ങിയെന്ന് പറയുമ്പോൾ നമുക്കതിന് പരിഹാരം കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള വാർഡ് മെമ്പേഴ്സിനെ ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നലെ അവിടെ പോയി റോഡ് ഉപരോധവും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അവിടെ AXE പ്രോമിസ് വന്നിട്ടുണ്ട്, ഇന്നത്തെ ഒരു ദിവസത്തെ കൊണ്ട് നാളത്തേക്കകം വെള്ളം കിട്ടും എന്നാണ് പറഞ്ഞേക്കണേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് പുതിയതായിട്ട് പവർ കട്ടാണ്. ഇന്ന് രാത്രി 10 മണി വരെയും പമ്പിങ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ ഇവിടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മറന്നു തുടങ്ങി, ലൈനിൽ വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെ മറന്നു തുടങ്ങിയ ഒരു അവസ്ഥയിലാണ് അവർ. ഇതാണ് അരുൺ വലിയ പ്രശ്നമായിട്ട് പോകുന്നത്. ചേച്ചി, വെള്ളമില്ലാത്തത് കൊണ്ട് ഈ പുറത്തുനിന്ന് വെള്ളം വാങ്ങുന്ന അവസ്ഥയാണ്. അതെ, ഞങ്ങൾ വെള്ളം മേടിച്ചിരിക്കുകയാണ്. അത് തന്നെ ഞങ്ങൾ 4 വീട്ടുകാരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 2000 ലിറ്ററിൻ്റെ മേടിച്ച് കഴിഞ്ഞാൽ 500 ലിറ്റർ വെച്ചിട്ട് ഓരോ വീട്ടുകാർക്കും. അത് എത്ര ദിവസം? അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വെള്ളം വാങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ്. ഉള്ളൂരിൽ നിന്ന് സുനിഷ ഏല്ലൂരാണ്. ഇന്ന് ഉള്ളൂരിലെ പ്രശ്നത്തിന് പരിഹാരം കാണാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. താങ്ക് യു സുനിഷ.